എഴുതുന്ന സാധനം നിങ്ങളുടെ അടുത്ത് ഉണ്ടോ ചോദിക്കൂ. ഉണ്ടോ? നിങ്ങക്ക് വേണോ? ചോദിച്ചോക്ക് നിങ്ങക്ക് വേണോ? നിച്ച് തരാ പറ. തരാം. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. അതായത് പെർഫ്യൂം, പിന്നെ കുറച്ച് ക്രീം, ഫൗണ്ടേഷൻ, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കുറേ മുൻപേ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ഒരു ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഈ ഒരു സ്ട്രോക്ക് ക്രീമും ആയിട്ടുള്ള ഇവരുടെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ട് പ്രൊഡക്റ്റിന് കേട്ടോ. അങ്ങനെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു വേണ്ട വരണ്ട എൻ്റെ ഒച്ച കേട്ടോ, ഞാൻ കയറി വരും. അയ്യോ വേണ്ട ഉണ്ണി, അമ്മ വീഡിയോ എടുക്കട്ടെ മുത്തേ. കുഞ്ഞാ, അമ്മ വീഡിയോ എടുക്കും മുത്തേ. അവിടൊക്കെയാണ്. അതൊക്കെ കൊറേ സാധനങ്ങളാണ്. ആ ഇങ്ങനെ തേക്കുന്ന സാധനമൊക്കെ തന്നെ. പിച്ച് പിച്ച് അത് സ്പ്രേ ആണ്. പിച്ച് പിച്ച് ആ സ്പ്രേ. അത് സ്പ്രേ സ്പ്രേ. ആ അവരോട് ഇരിക്കുന്നുണ്ട്. എന്തുട്ട് ഇതെന്തുട്ട് ഇതെങ്ങനെയാ അടിക്കണേ പറഞ്ഞു കൊടുക്ക്. ആ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പൊന്തിക്കാന്നിങ്ങനെ എങ്ങനെ അടിക്കാം? ഇങ്ങനെ അടിക്കുന്ന പേയാണത്. ആ നീല പേണ്ട് പച്ചപ്പേ. ഇനി അമ്മ വീഡിയോ എടുക്കട്ടെ. ഉണ്ണി നാളെ പോവോ? മുഞ്ചടി ാണിത്. ആ ലീലോ പച്ച ഒന്നുമില്ലേ? ആ അതെന്താ കളറ്? നീല. പച്ചയൊന്നല്ല. ഇതെന്താ? ആ പിങ്ക്. ഇതോ ഓഞ്ചി. ഞമ്മ വീഡിയോ എടുക്കട്ടെ. എന്ത് കുഞ്ഞുമഞ്ഞ് ഇതെന്താ സാധനം? ഇതെന്താന്നറിയോ? എന്താ? ആ ക്രീം തേക്കുന്ന ചാനം. ഓക്കെ, നീ ഇതെന്താ പറഞ്ഞു കൊടുക്ക്. ഇതെന്താ? ആ അങ്ങനെ ആക്കണമല്ല അത്. ഇതെന്താ നോക്കിട്ട് പറ. എന്താ എന്താ അങ്ങനെ ആക്കണല്ല. ഇത് കണ്ണിൽ ഇങ്ങനെ എങ്ങനെ ആക്കണം സാധനം. ആ കണ്ണെഴുതുന്ന സാധനാണ് പറ. കണ്ണെഴുതുന്നതാണ്. ആ ഒരു പാട്ട് പാടുത്തു കേട്ടോ. ചെല്ലം ചാടി നടക്കുന്ന പാട്. എന്നെ പോലെ ഇല്ല ബാക്കി കൂടെ പാട്. അല്ലമ്മ പറക്കിടൂ കേട്ടോ. പാട്. കൂട്ടില്ലാതെ ഇരിപ്പ്. പിന്നെ ബാക്കിയോ? ഞാനവിടെ പാടിയിട്ടേ പറഞ്ഞോളൂ അമ്മ. അപ്പൊ ഈ ഒരു ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ട്രൈ നോക്കിയിട്ടില്ല. പൊതുവെ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ട്രോക്ക് ക്രീം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി സംഭവമാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫേസ് ഓയിലി ആയതുകൊണ്ടുള്ളൊരു ഗ്ലോ ആണ് തോന്നുന്നത്. പക്ഷെ ഇതും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് നമ്മളെ ഫേസ് നല്ലോണം ഒരു ഗ്ലോ തരും. ഒരു നാച്ചുറൽ ഗ്ലോ സംഭവം ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രോക്ക് ക്രീം. എന്തൊക്കെയാണ് എൻ്റെ കുട്ട. അമ്മ കാണിച്ചു കൊടുക്കാം. നമ്മുടെ വെച്ചോ അതെടുത്ത് കളിച്ചാ. അപ്പം ഈ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഫേസ് ഞാൻ മുൻപ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പം ഈ ഒരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് കിട്ടിയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്തൊക്കെ വേണ്ടി പോകാം കേട്ടോ. ഫുള്ളൊന്നും അപ്ലൈ ചെയ്യുന്നില്ലേ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ അതാ കുറച്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം ഷെയ്ഡാണ് തോന്നുന്നുണ്ട്. നമ്മുടെ ഫേസസ് കാനഡേൻ്റെ ഓൾ ഡേ ഹൈഡ്ര വാട്ടർ മാറ്റ് ഫൗണ്ടേഷനാണ്. 3-in-1 ഫൗണ്ടേഷൻ ആണ്. അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീനും കൂടെ ഉണ്ടോ. 3-in-1 പ്രൊഡക്റ്റ് ആണ്. അതൊക്കെ ഇപ്പോഴും നോക്കണം കേട്ടോ സംഭവം. അലോവേര, വിറ്റമിൻ സി, അതേപോലെ തന്നെ SPF 30 കൂടെ വരുന്നുണ്ട്. അപ്പം ഇതിന് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ആരോ വന്നിട്ടുണ്ട്. ആരോ ഞാൻ. അപ്പൊ ഇതും അതേപോലെ തന്നെ കുറച്ച് കുഞ്ഞിങ്ങോട്ട് വാ കുറച്ച് സ്ട്രോബ് ക്രീമും കൂടെ എടുക്കുന്നുണ്ടേ. കുറച്ച് മതി.
ഇത് മാത്രം അപ്ലൈ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്ന നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ്റെ കവറേജും കിട്ടും, ഫേസ് നല്ലൊരു ഗ്ലോയും കിട്ടും. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും കൂടെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫേസ് നമുക്ക് ഡിഫറൻസ് നോക്കാമല്ലോ. ഇവിടെ ഇട്ട് കൊടുക്കണ്ട. ഓ ഓ കണ്ടോ, ഇവിടെ ഒരു കുറച്ച് വ്യത്യാസമല്ലേ, രസമുണ്ട് അല്ലേ? ഞാനൊന്ന് നേരെ നോക്കട്ടെ കേട്ടോ. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഫൗണ്ടേഷൻ ഇതും കൂടെ വരുമ്പോൾ എങ്ങനെയാണുള്ളത് കാണുന്നത്. എന്തായാലും ഫേസിന്റെ മൊത്തത്തിൽ കുഞ്ഞ തട്ടി മറക്കലട കുറ്റാ കുഞ്ഞാ ഇല്ലേ പോരുത്തേ എടുത്തോ. ഒരുത്തന്നെ ഇവിടെ ഇരുന്നിട്ട് മാക്സിമം എല്ലാം നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓ എന്താടാ കുഞ്ഞത്? ഇപ്പൊ കൊറേ ആയിട്ടേ ഞാൻ കുറെ ദിവസമായി വീഡിയോസ് എടുത്തിട്ട് ഇപ്പൊ ഇവന്റെ പകലുറക്കമില്ലാത്തതും കൊണ്ട് ഇവന്റെ ഇതാണ് പരിപാടി. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാല് മാറണ മുത്തേ ഇതേപോലെ മേലെ കയറി വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യലാണ് ഇവന്റെ പരിപാടികൾ. അപ്പൊ ഈ സൈഡിൽ ഞാനിതാ ഈ ഒരു ഫൗണ്ടേഷനും ഈ ഒരു സംഭവം കൂടെ അപ്ലൈ ചെയ്തു. കണ്ടോ ഇപ്പൊ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പൊ 2 വശത്തും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, 032 അതാണ് ഞാൻ എടുത്തുള്ള ഷെയ്ഡ് കേട്ടോ. അപ്പൊ കറക്റ്റ് ഷെയ്ഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കണേ. ഇതും ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫേസസ് കാനഡ സ്ട്രോപ്പ് ക്രീം വിത്ത് ഷിയ ബട്ടർ ആൻഡ് ഹാലറോണിക് ആസിഡ് ആണ്. സ്ട്രോപ്പ് യുവേ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിലും വേറെ കളർ ഉണ്ട്. നമുക്ക് ആ ഒരു റോസ് കളറിൽ ഒരു എന്താ പറയുക തിളക്കം കിട്ടുമെന്ന് പറയില്ലേ, അതിലെനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വെച്ചാൽ എനിക്കിപ്പോൾ നമുക്ക് ചില പ്രൊഡക്റ്റുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല, ചില ഫേസ് വാഷ് ചില മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സംഭവമാണ്. ആ ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഇപ്പം നമ്മൾ വേറെ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല തന്നെയാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റും അങ്ങനെ എന്തോ തന്നെയാണ്, നമുക്കൊരു മോയ്സ്ചറൈസർ പോലെ വേണമെങ്കിലും യൂസ് ചെയ്യാന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഇലുമിനേഷൻ, ഗ്ലോ റേഡിയൻസ്, ഇന്റൻസ് ഹൈഡ്രേഷൻ, നോ പാരബൺ, സിലിക്കൺ, ആൽക്കഹോൾ, അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം കേട്ടോ. നല്ലതാണ്. അപ്പം ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റിനൊക്കെ നിങ്ങൾക്ക് ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ഞാനൊരു പെർഫ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനത് കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഞാൻ എൻ്റെ മില്ലി നോക്കാത്ത എൻ്റെ കുഴപ്പമാണ്. അപ്പം ഇതിപ്പോൾ നിച്ചു കളിച്ചുകൊണ്ടിരുന്നിട്ട് ഒക്കെ അലമ്പാക്കി വെച്ചാണ്. ഇതാണ് ഇതിൻ്റെ പാക്കിങ്ങിൽ വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മളുടെ അക്വാലോജിക്കൻ്റെ റീഫ്രഷ് ഓൺ ദ ഗോ പെർഫ്യൂം ബോഡി മിസ്റ്റ് ആണ്, സെറ്റ് ഓഫ് 3. ഇങ്ങനെ 3 എണ്ണം വരുന്ന ആ ഒരു സെറ്റിൽ വരുന്ന പെർഫ്യൂമാണ്. ഇതിലുണ്ടല്ലോ ഇതായിരുന്നു ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഈ പ്രത്യേക സംഭവമല്ലോ, ഇത് സ്വീറ്റ് സമ്മർ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലേവറാണ്. ആ ഒരു സ്മെല്ലിന് ഓരോ പേരുണ്ടാവുമല്ലോ, അതാണ് ഇതിൻ്റെ പേര്. സോറി വ്യത്യാസമുണ്ട്. ഇതിന് ഭയങ്കര രസമുള്ള സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒരു ഫ്രൂട്ടി, ഫ്ലോറൽ, ഒരു വാനില അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ്. 3 ഏകദേശം വരുന്നത് കേട്ടോ. കുറച്ചും കൂടെ എന്താ പറയുക ഗേളി സൈഡിലേക്ക് നിൽക്കുന്നതാണ്. ലേഡീസിനായിരിക്കും കുറച്ചും കൂടെ ഈ ഒരു പെർഫ്യൂം നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. മിക്കവാറും ലേഡീസിനുള്ള തന്നെയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു പെർഫ്യൂം. 3 എണ്ണാണെങ്കിൽ നല്ല തന്നെയാണ്. എനിക്കിതിൽ ഈ ഒരു സംഭവമാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് സൺ കിസ്ഡ് വാനില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് ഡ്യൂയി ഫ്ലോറൽ കിസ് പെർഫ്യൂം ബോഡി മിസ്റ്റ് 20 ml ആണ് വരുന്നത്. ഇങ്ങനത്തെ ചെറിയ ബോട്ടിലാണ്, പക്ഷെ നല്ല രസമുള്ള സ്മെല്ലാണ്. 3 നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇവരുടെ ഈ ഒരു സെറ്റ് ഇട്ട്. അടുത്ത് വന്നിട്ട് മേടിച്ചിട്ടുള്ളത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഷുഗറിന്റെ ഒരു ലിക്വിഡല്ല ലിപ്സ്റ്റിക് ആണ്. മാറ്റ് അറ്റാക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണ്. സാൽമൺ റിപ്പബ്ലിക് ആണ്. ഇതിന്റെ സെപ്പറേറ്റ് റിവ്യൂ തന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കുകളുടെ കളക്ഷനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. അതേപോലെ തന്നെ തേച്ചാലും വെച്ചാലും പോവില്ലെന്ന് പറയില്ലേ, ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. റേറ്റ് വരുന്നുണ്ട് 600 ഒക്കെ 500 അങ്ങനെയൊക്കെ റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ നല്ലോണം നമ്മുടെ ലിപ്സിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അതേപോലെ നല്ല അടിപൊളി കളറുമാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു കാജലാണ്. ഇത് നമ്മളുടെ ഈ ഒരു ഷാർപ്പനറും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഷുഗറിൻ്റെ ആണ്. ഞാൻ മുൻപൊക്കെ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാജലാണ്. അതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ തന്നെ വേറെ അടുത്ത് കുറേ ഇരിക്കുന്നത്, ഇതിൻ്റെ തന്നെ അല്ല വേറെ കുറേ കാജൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വെച്ചാണ് കേട്ടോ. ഇത് ഈ സെയിം സാധനം തന്നെ എൻ്റെ കയ്യിലുണ്ട്. ട്രാൻസ്ഫർ ചെയ്യാത്ത നമ്മളെ നല്ല കറുത്ത കളറ് കിട്ടുന്ന എന്നൊക്കെ പറയില്ലേ, ഡീപ്പ് ബ്ലാക്ക് കളർ എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ അങ്ങനെ പരക്കൊന്നുമില്ല. നല്ല ഒരു കാജലാണ് ഇത്. കാജൽ ഷുഗർ പ്രൂഫ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ്, 1 സ്ട്രോക്ക്, റിച്ച് പിഗ്മെന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ച് നോക്കുന്നത് തന്നെയാണ് ഈ ഒരു നമ്മുടെ ഹെയർ സെറാണ്. ഇത്
വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം കോൺസെൻട്രേറ്റ് ആണ്. 3% റെഡൻസിൽ, അതേപോലെ തന്നെ 4% അനഗെയിൻ, 1% ബൈക്കാപ്പിൽ, അതേപോലെ തന്നെ കഫൈൻ, ബയോട്ടിൻ, റോസ്മേരി ആൻഡ് റൈസ് വാട്ടർ. അതാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഹെയർ സെറം അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹെയർ ഗ്രോത്ത് വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ കുറേ അന്വേഷിക്കുമല്ലോ. അപ്പം ഞാൻ ഹെയർ സെറം നന്നായിരിക്കുന്നു കണ്ടിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ സെറം കണ്ടുപിടിച്ചതായിരുന്നു ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ. ഇതിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്കുള്ളതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പൊട്ടിക്കും നിങ്ങൾ ഒരു വെറുതെ ഒന്ന് പറ്റിക്കുകയാണെന്നല്ല. ഇതിൻ്റെ 6-ാമത്തെയോ 7-ാമത്തെയോ ആണ്. ഞാനത് എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത്രയും ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ നല്ലോണം എന്നെ ഹെയർ ഫാൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് മേടിച്ചുള്ളത് വിഷ് കെയറിൻ്റെ. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചല്ല ഹെയർ ഓയിലി ആക്കും കേട്ടോ. നമ്മളെ ഹെയർ ഓയിലി ആയിരിക്കും. ഇപ്പം നമ്മൾ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാലും ഇത് രാത്രിയാണ് അപ്ലൈ ചെയ്യുക. അപ്പം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും ഹെയർ ഈ ആ ഒരു അപ്ലൈ ചെയ്ത പക്ഷേ എന്തായാലും ഓയിലി ആയിരിക്കും. പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഷാമ്പൂ ഇട്ടാലേ മുടി പാറുള്ളൂ കേട്ടോ. പക്ഷേ മെയിനായിട്ടും ഹെയർ സെറം ഞാൻ മേടിച്ചിട്ടുള്ളത് എനിക്ക് ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഹെയർ ഫാൾ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിലും റെഡൻസിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയുമ്പം അടിപൊളിയാണ്. എൻ്റെ ഹെയർ ഫാൾ കുറച്ചിട്ടുണ്ട്. അപ്പം ഇത് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാൻ ഓയിലി ആക്കാത്ത ഒന്നും കൂടെ നോക്കിയപ്പോഴും അതേപോലെ തന്നെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സെറം നോക്കിയ സമയത്ത് കുറേ റിവ്യൂ നോക്കിയിട്ട് മേടിച്ചാണ് കേട്ടോ. അങ്ങനെ കണ്ടപ്പം ഇത് നല്ലതെന്ന് കണ്ടു. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ യൂസ് കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ ഞാൻ പിന്നീട് പറയട്ടെ. എന്തായാലും 1 month ഒക്കെ യൂസ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഹെയർ ഫാൾ കുറയ്ക്കുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടോയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു കേട്ടോ. പിന്നെ ഇത് മേടിച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക വിണ്ടുകീറൽ മാറാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ കെമിസ്റ്റ് പ്ലേൻ്റെ 10% യൂറിയ, നാച്ചുറൽ AHA, ഷിയ ബട്ടർ, അമിനോ ആസിഡ് കോംപ്ലക്സ് വരുന്ന ഡ്രൈ ക്രാക്ക്ഡ് ഹീൽസുള്ള ഫുഡ് ക്രീമാണ്. അതായത് നമ്മുടെ കാലിൻ്റെ വിണ്ടുകീറൽ മാറാനായിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പം ഇത് നമ്മൾ ഉപ്പൂറ്റിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്രാക്കിൻ്റെ പ്രശ്നമില്ല. ഒരു ചെറിയ ഡെഡ് സ്കിൻ ഒന്നൊരു വൈറ്റിഷ് കളർ വരില്ലേ, അങ്ങനെ ചെറിയ ആ ക്രാക്ക് അല്ലാണ്ട് ചില ഇങ്ങനെ വെള്ള വരവല്ല. അപ്പോൾ വന്നപ്പോഴും ഞാൻ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഇട്ട് കിടത്തോടെ കഴിയുമ്പോഴും കാല് നല്ല രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല വൃത്തിയിലിരിക്കും കേട്ടോ. അങ്ങനെ മേടിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ സെറാവിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. സെറാവിൻ്റെ ഫോമിങ് ക്ലൻസറാണ്. സെറാവിൻ്റെ ഒരു മോയ്സ്ചറൈസറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ് സെറാവിൻ്റെ മോയ്സ്ചറൈസർ. സ്കിൻ നന്നായിട്ട് എന്താ പറയുക ഹെൽത്തി ആയിട്ടും ഡ്രൈ ആക്കാണ്ട് നല്ല മോയ്സ്ചറൈസർ എടുക്കും കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ ക്ലെൻസർ ആണെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. ഇത് വേറെ നമ്മളെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. മൈൽഡായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും കേട്ടോ. അതാണ് ഈ ഒരു ക്ലെൻസർ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.